കടും നിറങ്ങൾ നിറയുന്ന സർപ്പക്കളത്തിൽ ശിവയെ കൊണ്ടിരുത്തിയാൽ അത് കൂടുതൽ അപകടമാവെന്ന് DKക്ക് അറിയാം. ഇപ്പൊ അവൻ വയലന്റ് ആയത് DKക്ക് അപകടം പറ്റിയത് അറിഞ്ഞിട്ടാണ്. അവിനാശിനെ ആക്രമിച്ചത് ശിവയാണ്. എടാ ഹിറ്റ്ലറെ, നിന്റെ ജീവിതം തീർന്നടാ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. അടുത്ത തവണ നീ തീരും. വെള്ള പുതപ്പിച്ച നിന്റെ ശരീരം അമരാവതിയുടെ മുറ്റത്ത് കിടത്തും ഞാൻ. DK അവൻ അത്രയ്ക്ക് ജീവനാണ്. DKക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ അവൻ വയലന്റ് ആവും. പക്ഷെ അതിനു പിന്നിൽ അവിനാശാണെന്ന് ഇവനെങ്ങനെ അറിഞ്ഞേ? അമരാവതിയിൽ നടക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അവനറിയാം. ജ്യോതി DKയുടെ ജീവിതത്തിലേക്ക് വന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞിരുന്നു. ശിവ അമരാവതിയിലേക്ക് വരാൻ ആ 3 മരുമക്കളും ഒരിക്കലും സമ്മതിക്കില്ല. അല്പം കാരുണ്യവും സ്നേഹവും കിട്ടിയ ചിലപ്പോ അവൻ പഴയതുപോലെ ആവും. പക്ഷെ അതിനി സാധിക്കില്ല. ശിവയെ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. അതിനുള്ള പണമാണ് DK എന്നെ ഏൽപ്പിച്ചത്. നാളെ രാവിലെ ഞാൻ അവനെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോവും. അത് തീരുമാനിച്ചു കഴിഞ്ഞു. അബദ്ധത്തിൽ ഒരു താലി കെട്ടിയെന്ന് കരുതി അത് ഈ കുടുംബത്തിന്റെ അടിത്തറ തോണ്ടുന്ന ലൈസൻസ് ആയിട്ട് കാണരുത്. ഇതെന്താ ഗുണ്ടായിസോ അതോ സ്ത്രീ പീഡനോ? അല്ല, എന്താ ഉദ്ദേശം? എന്നെ തല്ലാനാ? ഞാനിവിടെ കിടന്ന് നിലവിളിച്ച ആളെ കൂട്ടം പറഞ്ഞേക്കാം. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ പോയതിന്റെ പിന്നാലെ എന്റെ രഹസ്യം തെരഞ്ഞു വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. എനിക്കെന്തോ അവിഹിത ബന്ധമുണ്ടെന്ന് നീ ഈ വീട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ ഉറക്കെ പറഞ്ഞില്ലേ? അത് പിന്നെ അങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാ ആരും സംശയിക്കാത്ത? എന്റെ ഭർത്താവിനെ ഏതോ ഒരുത്തി വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നാലെ വന്ന് ഞാൻ കാണുന്നത് നിങ്ങളൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും. ഞാൻ പിന്നെ എന്താ വിചാരിക്കേണ്ടേ? അല്ല, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാണ്? എന്നിട്ടിപ്പോ കിട്ടിയില്ലേ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം? എന്തിനാ നീ ചതി ചെയ്തത്? ഈ കുടുംബം സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേ നീ? എന്റെ പൊന്നു ചേട്ടാ, ഞാനിപ്പോ എന്താ ചെയ്തേ? നിങ്ങളുടെ അഭിഹിതകാരിയെ അന്വേഷിച്ചു വന്ന ഞാൻ കണ്ടത് സമനില തെറ്റിയ നിങ്ങളുടെ അനിയനെയാ. അല്ല, എത്ര കാലം നിങ്ങൾക്ക് അയാളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ പറ്റും? അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്നെയും ഈ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന കാര്യമാണ്. നീ എന്തിനാ അവനെ പോയി കണ്ടു? അത് ശരി. അപ്പോഴേ സാറേ, ഇപ്പൊ ഈ അമരാവതി ഫാമിലി എന്ന് പറയുന്നതേ ഞാനും കൂടി ഉള്ള ഒരു ഏർപ്പാടാ. നിങ്ങളുടെ ഭാര്യയാ ഈ ഞാൻ. അതിന് അവനും നീയും തമ്മിൽ എന്ത് ബന്ധം? അല്ലേ, നിങ്ങൾ എന്തോ നീ പറയുന്നേ? എന്റെ ഭർത്താവിന്റെ അനിയൻ എന്റെ ആരാ? എന്റെയും കൂടി അനിയനല്ലേ അവൻ. ഈ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാനും കൂടി അറിയണ്ടേ? ഈ കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങളും കാണും.
അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ ഹിറ്റ്ലറെ, നിങ്ങളൊരു മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ? അതെ, ഡോക്ടർ അപർണ ശിവയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതാ. നിങ്ങളുടെ അനിയന്റെ മനസ്സ് താളം തെറ്റിയതാണെങ്കിലും അതൊരു മനുഷ്യജീവിയാ. ഇടയ്ക്ക് അതൊന്നും ഓർക്കുന്നത് നല്ലതാ. അവന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് എന്തോന്നറിയാന്ന? ഒരു കുന്തോ അറിയത്തില്ല. അനിയനെ കുറിച്ച് എല്ലാം അറിയാമെങ്കിൽ നിങ്ങൾ എന്തേ അവനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല? അവന്റെ അസുഖം എന്തുകൊണ്ട് മാറിയില്ല? അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ അനിയനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ മരുമക്കൾക്ക് അയാളെ ഭയമാണ്. അയാൾ ഇവിടെ തിരിച്ചു വന്നാ അവരിവിടെ നിന്ന് ഇറങ്ങി പോവോന്ന് നിങ്ങൾക്ക് ഭയമുണ്ട്. എന്താ, ശരിയല്ലേ? ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും ഇവിടെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ദീപാവലിയും വിഷുവും ഓണവും ഒക്കെ ആഘോഷിച്ച് AC മുറിയിൽ കിടന്നുറങ്ങുമ്പോ നിങ്ങളുടെ അനിയൻ അവിടെ ആശുപത്രി മുറിയില് മരുന്നുകളുടെയും ഡോക്ടർമാരുടെയും മനം മടുപ്പിക്കുന്ന അന്തരീക്ഷത്തില് ചുറ്റും അലറി ബഹളം വെക്കുന്ന ഭ്രാന്തന്മാർക്കിടയില്. അങ്ങനെയല്ല, അവനെ അവിടെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന രീതിയിൽ തന്നെയാ താമസിപ്പിച്ചിരിക്കുന്നത്. അവന്റെ കാര്യം നോക്കാൻ ഒരു ഡോക്ടറും ജോലിക്കാരും എല്ലാം ഉണ്ടായിരുന്നു. വാവ്, ആണോ? പക്ഷേ അവൻ അവിടെ ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ ആരുണ്ട്? ഉറക്കം വരാത്ത രാത്രികളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുണ്ടായിരുന്നോ? ചേട്ടാ, അവൻ നിങ്ങളുടെ അനിയനാ, സ്വന്തം രക്തോ. അവനെ ഇനി ഇങ്ങനെ അനാഥനായിട്ട് ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ അനിയൻ ജീവിക്കേണ്ടത് ഈ കുടുംബത്തിലാ, അല്ലാതെ ഭ്രാന്താശുപത്രിയിലല്ല. ശിവയ്ക്ക് മരുന്നിനൊപ്പം സ്നേഹവും കാരുണ്യവും വേണം. എനിക്ക് ഈ വീടിന് സമാധാനമാണ് വലുത്. അതിന് അവൻ ഇവിടെ ഉള്ളതുകൊണ്ട് എന്താ കുഴപ്പം? നാളെ നടക്കാൻ പോകുന്ന പൂജയിൽ കുടുംബത്തിലെ എല്ലാരും വേണമെന്നല്ലേ മേഴത്തൂർ തിരുമേനി പറഞ്ഞിട്ടുള്ളത്? അതിൽ നിന്ന് അവനെ മാറ്റി നിർത്തുന്ന എന്തിനാ? നാളത്തെ പൂജയിൽ അവന്റെ സാന്നിധ്യം ഉണ്ടായാൽ കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് പാടില്ല. ഇല്ല DK, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാ. ഈ പൂജയുടെ പുണ്യം അവനും കൂടി കിട്ടേണ്ടതല്ലേ? അത് അവനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇതൊന്നും നീ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. വരും വരായികൾ കണക്കുകൂട്ടി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെല്ലാവരും അനുസരിച്ചാ മതി. എല്ലാവരും നിങ്ങൾക്ക് ഇങ്ങനെ പേടിപ്പിക്കാം, പക്ഷെ എന്നെ ഭയപ്പെടുത്താൻ പറ്റില്ല. കാരണം അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്ത് തീരുമാനം? ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. നോ, അത് ചെയ്യേണ്ടത് നീയല്ല. എന്നാ പിന്നെ അധികാരമുള്ള ആള് ചെയ്യണം. കാണട്ടെ. തൽക്കാലം ഈ പൂജയിൽ അവൻ വേണ്ട. ഇതെന്റെ തീരുമാനമാണ്. എന്നാ കേട്ടോ, ഞാൻ അവനെ കൊണ്ടുവരും. ഇത് എന്റെ തീരുമാനം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നും നിങ്ങളുടെ അനിയൻ ഒരു ഭ്രാന്തനായി തന്നെ ജീവിച്ചാ മതിയോ? ഏതോ ഒരു പെണ്ണ് അവനെ ചതിച്ചു. അവൻ അവളെ തീവ്രമായി സ്നേഹിച്ചിരുന്നു. അവന്റെ സമനില തെറ്റി. അതിനിടയില് സുപ്രിയയുടെ മരണം. അതിന് ഉത്തരവാദി അവനാണെന്ന് ശിവ സ്വയം വിശ്വസിച്ചു. അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് വിശ്വസിപ്പിച്ചു. സ്വയം ഒരുക്കിയ കുറ്റബോധത്തിന്റെ തടവറയിൽ അവൻ സ്വയം ശിക്ഷ വിധിച്ചു. നിങ്ങൾ ആരും അവനെ മനസ്സിലാക്കിയില്ല. അവന് മാത്രം എല്ലാം നിഷേധിക്കപ്പെട്ടു. ഒരല്പം കാരുണ്യം, ഒരിറ്റ സ്നേഹം,
ചേർത്ത് പിടിച്ച ഒരു ആശ്വാസ വാക്ക്, അത് മതി. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുമെങ്കിൽ തടഞ്ഞോ. എന്തായാലും ഞാൻ പിന്മാറില്ല. ഹലോ, ഒരു കാരണവശാലും ജ്യോതി ഇനി അവനെ കാണരുത്. ഇന്ന് രാത്രി തന്നെ അവനെ അവിടെ നിന്ന് മാറ്റണം. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുമെങ്കിൽ തടഞ്ഞോ. എന്തായാലും ഞാൻ പിന്മാറില്ല. ഇനിയിപ്പൊ എന്താ മായച്ച ചെയ്യാ? എല്ലാം മറന്ന് സമാധാനായിട്ട് ജീവിക്കാന്ന് വെച്ചപ്പോ ഉഴുക്ക് പോലെ തല വന്ന് വീണിരിക്കവൻ. ഈ ജ്യോതി ഇതെങ്ങനെ അവനെ പോയി കണ്ടുപിടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അവള് പറഞ്ഞത് കേട്ടില്ലേ? അവൻ ജീവിക്കേണ്ടത് ഈ കുടുംബത്തിലാണെന്ന്. ദേ മായിച്ചി, ഇനി ഒരിക്കൽ കൂടി അവൻ ഈ വീട്ടിലേക്ക് കടന്നു വന്ന സത്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എനിക്ക് അവനെ കാണുന്ന തന്നെ പേടിയാ. സുപ്രിയ ആന്റി മരിച്ചതുപോലും അവൻ കാരണമെന്ന് എല്ലാവരും പറയുന്നത്. ഇനി അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്ന നമ്മളിൽ ആരെങ്കിലും അവൻ തട്ടു ഉറപ്പാ. മായിച്ചി എന്താന്നും പറയാത്ത? നിങ്ങൾ രണ്ടുപേരും നല്ലതുപോലെ സൂക്ഷിക്കണം. പറയുന്ന ഓരോ വാക്കും ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അമരാവതിയിലെ ചുവരുകൾക്ക് പോലും കാതുണ്ട്. ആരെക്കുറിച്ചാണ് എന്താണ് പറയുന്നതെന്ന് നല്ല ബോധ്യം വേണം. മനസ്സിലായോ? DKയുടെ അനിയൻ ശിവ നമുക്കെല്ലാവർക്കും പേടി സ്വപ്നമാണെന്നതില് ആർക്കും ഒരു സംശയവും. പക്ഷേ ഈ വീട്ടിലെല്ലാവർക്കും, DKയ്ക്കും അമ്മയ്ക്കും അവൻ പ്രിയപ്പെട്ടവനാണ്. അത് നമ്മൾ മറക്കരുത്. ഈ കാണുന്ന സ്വത്തിന്റെ എല്ലാം പാതി അവകാശി അവനാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഇത്രയും കാലം അവനെ ഇവിടുന്ന് അകന്നു നിന്നതോർത്ത് അമ്മയും DKയും എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. നമ്മൾ 3 പേരെ കരുതിയ അവനെ അവര് ഇതുവരെ തിരിച്ചു കൊണ്ടുവരാതിരുന്നത്. DKയുടെ പിന്നാലെ രഹസ്യങ്ങൾ തേടിപ്പോയി പിടിച്ചുകൊണ്ടുവരാൻ പോകുന്നത് ഒരു കരിമൂർഖനെയാണെന്ന് ജ്യോതിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാം മനസ്സിലാക്കി തന്നെയാ
ഞാൻ അവനെ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഇനി ആരൊക്കെ എതിർത്താലും ഞാൻ അവനെ കൊണ്ടുവരും. എന്തിനുള്ള പുറപ്പാടാ നീ? നിനക്ക് എന്തറിയാം അവനെ പറ്റി? പറയടി, എന്തറിഞ്ഞിട്ടാ നീ അവനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? എനിക്ക് എല്ലാം അറിയാം മരുമക്കളെ. അവനെ അവന്റെ കാമുകി ചതിച്ചത്, അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്, അവന്റെ സമനില തെറ്റിയത്, ഒടുവിൽ സുപ്രിയയുടെ മരണത്തിന് അവനാണ് കാരണമെന്ന് എല്ലാവരും ചുറ്റിലും നിന്ന് പറഞ്ഞ് അവനെ ഒരു സൈക്കോ ആക്കിയത്. എന്നിട്ടൊരു മാനസിക രോഗ ആശുപത്രിയിൽ സ്നേഹവും ദയയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഏകാംഗ തടവുകാരനെ പോലെ അവനെ അടച്ചിട്ടിരിക്കുന്നതും എനിക്കറിയാം. ദേ ജ്യോതി, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. അവൻ ഈ വീട്ടിൽ വന്ന് കയറിയോ നമ്മൾ എല്ലാരും കൊല്ലും. അവൻ ഈ വീട്ടിൽ തിരിച്ചു വന്ന പിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. രോഗിയല്ല ഭയക്കേണ്ടത്, രോഗത്തെയാ. അതിന് ചികിത്സ വേണം. ഇപ്പൊ അവന് കിട്ടുന്നതല്ല യഥാർത്ഥ ചികിത്സ. അവന് വേണ്ടത് കാരുണ്യവും സ്നേഹവുമാ. സ്വന്തം ജ്യേഷ്ഠന്റെയും അമ്മയുടെയും സാമീപ്യോ. ഈ വീടിന്റെ അന്തരീക്ഷത്തിൽ അവൻ പഴയ നിലയിലേക്ക് വരും. എന്തിനാ നിങ്ങൾ അവനെ പേടിക്കുന്നേ? ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന പൂജയ്ക്ക് ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളും വേണമെന്നല്ലേ മേഴത്തൂർ സ്വാമികൾ പറഞ്ഞത്? പിന്നെ അവനെ മാത്രമായിട്ട് ഒഴിവാക്കുന്ന എന്തിനാ? ഒരു പൂജ നടത്തി അതിന് ഫലം കിട്ടണ്ടേ? എന്തൊക്കെ സംഭവിച്ചാലും നാളത്തെ പൂജയിൽ അവനുണ്ടായേ പറ്റൂ. തീക്കൊള്ളി കൊണ്ടാ നീ തലചൊറിയാൻ പോകുന്നത്. എന്നോ ഒരിക്കൽ DK ചതിച്ച് ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്ന് നിനക്ക് ഈ വീടിന്റെ ചരിത്രം അറിയില്ല, ഇവിടെയുള്ളവരുടെ മനസ്സറിയില്ല, ജീവിത സങ്കടങ്ങൾ അറിയില്ല. അവനെ പേടിച്ച് ഞങ്ങൾ ഈ വീട്ടില് ഉറങ്ങാതെ തള്ളി നീക്കിയ രാത്രികളെ കുറിച്ച് നിനക്കറിയില്ല. ഒടുവിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ ഹോസ്പിറ്റലിലാക്കിയതെന്നറിയോ? ആ അവനെയാ നീ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. കൊല്ലാൻ പോലും മടിയില്ലാത്ത മനസ്സുള്ള ഒരുത്തനെയാ നീ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കേറ്റാൻ നിൽക്കുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം. നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. അവനെ തിരികെ കൊണ്ടുവരുന്നത് അമ്മയ്ക്കോ DKക്കോ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. നിങ്ങളുടെ ഇഷ്ടക്കേടാണല്ലോ അവനെ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷെ ഇനി അത് നടക്കില്ല. നാളെ നടക്കാൻ പോകുന്ന പൂജയില് അവനുണ്ടാവും. ഉണ്ടായേ പറ്റൂ. ഞാൻ കൊണ്ടുവരും ശിവകൃഷ്ണനെ ഈ വീട്ടിലേക്ക്. നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പോരെ? എന്ത് ശിവ, എന്തിനാ നിലവിളിച്ചത്? ഇനി കിടന്നോ? എനിക്ക് പോണം. എവിടെ? അമരാവതിയിലേക്ക്. ശിവ കൂൾ. തൽക്കാലം നിന്നെ അമരാവതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ എനിക്ക് പോയാൽ?
അത് എന്റെ വീടല്ലേ? അതെ, പക്ഷെ നിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞില്ലല്ലോ. എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ട. ശിവ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നിന്നെ ഇപ്പൊ അങ്ങോട്ട് വിടണ്ടെന്നാ DK പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾ നിനക്ക് അറിയില്ലേ ശിവ? അവിടെയുള്ളവർക്ക് നിന്നെ ഭയമാണ്. എന്റെ അമ്മയും പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. പറയാൻ എന്നെ പ്രസവിച്ച എന്റെ അമ്മയും പറഞ്ഞു എന്നെ ഭയമാണെന്ന്. നാളെ നമ്മള് ബാംഗ്ലൂരിലേക്ക് പോവും. യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് പോണം. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. ശിവ, നീ യാഥാർത്ഥ്യം മനസ്സിലാക്ക്. ഈ അവസ്ഥയിൽ നീ അവിടേക്ക് തിരിച്ചു പോയാ നിന്റെ അസുഖം വീണ്ടും തിരികെ വന്നേക്കാം. ഒരു 2-3 മാസം, അത് കഴിയുമ്പോ ഈ ട്രീറ്റ്മെന്റ് കഴിയും. പിന്നെ നിനക്ക് തിരിച്ചു പോവാം. സന്തോഷത്തോടെ അമരാവതിയിൽ ജീവിക്കാം. അത് പോരെ ശിവ? പോണം, എനിക്ക് പോണം.